തന്നെ ഒഴിവാക്കിയ സർവനാശം എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ ബലം കൊണ്ട് കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയായേ തീരുവുള്ളൂ, പക്ഷേ സീനിയോറിറ്റി തനിക്കാണെന്നാണ് ചെന്നിത്തലയുടെ അവകാശം. അത് ഈ പറയുന്ന തർക്കങ്ങളിൽ ആകെ വിജയിച്ചതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്കാണ്, തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്കാണ് കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുന്നത്. ആരാവും സാർ മുഖ്യമന്ത്രി? AICCയുടെ കാര്യത്തിലാണെങ്കിലും KPCCയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്ന ഭൂരിപക്ഷം ലഭിക്കുന്ന ഏത് ഘട്ടത്തിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മന്ത്രിമാരെ സംബന്ധിച്ചും ഒക്കെ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ കൂടി അനുവാദത്തോടു കൂടി മാത്രം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്രയോ കാലങ്ങളായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല റോളുള്ളത്. അതാണൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ അവരുടെ നിരീക്ഷകർ വരുന്നു. നിരീക്ഷകർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഗൾ വാസനിക്കാണെങ്കിലും ശ്രീ അജയ് മാക്കനാണെങ്കിലും ഒക്കെ വന്ന് MLA-മാരെ ഒറ്റക്കൊറ്റക്ക് കാണണം എന്നുള്ള നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ഒറ്റക്കൊറ്റക്ക് കാണുന്നു. ആ പ്രോസസ്സെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒറ്റക്ക് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമവാക്യമോ ഒരു സൗഹാർദ്ദമോ ഒരു സാഹചര്യമോ കോൺഗ്രസ്സിനകത്തില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, സാമുദായിക നേതാക്കന്മാർ. ഈ ഘടകകക്ഷികളല്ലെങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ അതിന് അഭിപ്രായം പറയുന്നതിൽ വലിയ പങ്കുള്ളവരാണ് കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള സാമുദായിക നേതാക്കന്മാർ. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അവരുടെ നിർദ്ദേശത്തിന് വഴങ്ങി, അവരുടെ ഉത്തരവുകൾക്ക് വഴങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, കാണുന്നത് പോലെ ജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല തീരുമാനിക്കപ്പെടുന്നത്. കോൺഗ്രസ്സിൽ എപ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ, MLA-മാരുടെ എണ്ണം എത്ര കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഏത് ഗ്രൂപ്പ് ആരുടെ നേതൃത്വത്തിൽ എങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടുന്നു, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെയുള്ളത് പ്രധാനമായും നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ 3 പേരുകൾ ഉയർന്നു വന്ന് ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ശ്രീ K മുരളീധരൻ്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ K സുധാകരനാണെങ്കിലും ഒക്കെ ശശി തരൂർ അടക്കമുള്ള ആളുകൾ ഈ തരത്തിൽ കേരളത്തിലെ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പായി നിന്നും ഗ്രൂപ്പിന് പുറത്ത് ശക്തിയായി നിന്നുമൊക്കെ നിരന്തരമായി മറ്റ് MLA-മാരുടെ കാര്യത്തിലാണെങ്കിലും നേതൃത്വത്തിൻ്റെ അടുത്താണെങ്കിലും AICCയുടെ നേതൃത്വത്തിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ചരടുവലികൾ നടത്താനും അതിനെയെല്ലാം നിയന്ത്രിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ കെൽപ്പുള്ളവരും അതിൽ വാശി പിടിക്കുന്നവരുമാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സമ്മർദ്ദങ്ങൾ ചെലുത്താൻ കഴിയുന്ന ആളുകൾ ഇതിനപ്പുറത്തുമുണ്ട്. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന 3 പേരുകൾക്കപ്പുറത്തുമുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി ഇതിൽ ആർക്കൊക്കെ വേണ്ടി സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ളതൊരു വിഷയമാണ്. ഇപ്പോൾ പ്രിയൻ ചോദിച്ചതനുസരിച്ച് എൻ്റെ ഒരു ഊഹത്തിൽ ശ്രീ KC വേണുഗോപാലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് കൺസിഡർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കേണ്ടത്. അതിൻ്റെ ഒരു സാഹചര്യം, ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കാണ് ഇലക്ഷൻ്റെ സമയം വരെ നിലനിന്നിരുന്നത്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായി നിലനിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾ, കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന ചർച്ചകൾ, ചലനങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായും സതീശനെതിരെ തിരിയാനാണ് സ്വാഭാവികമായും സാധ്യതയുള്ളത്. ശ്രീ K സുധാകരനാണെങ്കിലും ശ്രീ K മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണെങ്കിലും ഒക്കെ അവരൊക്കെ ചോയ്സ് കാണുന്നത് ഇപ്പോൾ പരസ്യമായി പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് MLA-മാരെ വിളിച്ചുകൊണ്ട് കേന്ദ്ര നിരീക്ഷകർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വലിയ ഫ്ലക്സ് ബോർഡുകൾ KPCC ആസ്ഥാനത്ത് വരുന്നത്. അതാർക്ക് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ എല്ലാം ശക്തി, പിൻബലം എന്നൊക്കെ പറയുന്നത് ഒരു ഉറപ്പ് ലഭിക്കുന്നതിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ഉറപ്പ് ലഭിക്കാൻ പോകുന്നതിൻ്റെയോ ഒക്കെ സൂചനയാണ് ആ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങി, തെരഞ്ഞെടുപ്പിന് ശേഷവുമുണ്ട്. ഇനി MLA-മാർ വന്നതിന് ശേഷം അഭിപ്രായം പറയുന്ന സമയത്തും അത് ശക്തമായി നിൽക്കുന്നു എന്ന് കാണിക്കുന്നത് ശ്രീ KC വേണുഗോപാലിലേക്ക് അതിൻ്റെ ഒരു ചൂണ്ടുപലക പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിൽ സ്വാഭാവികമായും ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിൽ ഒരു സെറ്റിൽമെൻറ്റ് സമവാക്യം എന്നുള്ള നിലക്ക് ഉപമുഖ്യമന്ത്രിമാർ വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ്. 2-2 കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഈ കൊച്ചു കേരളത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ അതൊരു നാണക്കേടല്ലേ? സ്വാഭാവികമായും കോൺഗ്രസ്സിന് അത് അംഗീകരിച്ചു കൊടുത്തേ
സാഹചര്യത്തിന് സാധ്യതയുള്ളൂ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്നവർ പരസ്യമായും രഹസ്യമായും ഒക്കെ പറയുന്നുണ്ട്. അത് 5ാം മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിലും അവർ ആ സമ്മർദ്ദ തന്ത്രം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് കോൺഗ്രസിന് MLA-മാരെ കിട്ടിയ ഒരു സമയമാണിത്. 63 MLA-മാർ കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വരിക എന്നുള്ളത് അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും അംഗസംഖ്യ കോൺഗ്രസിലുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി കൂടാതെ ഉപമുഖ്യമന്ത്രി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഈ പട നയിച്ചവൻ ഭരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കോൺഗ്രസിനകത്തു നിന്നുള്ള. ഇപ്പോൾ നടൻ സിദ്ദിഖ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വലിയ കലാപം ഉണ്ടാകുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം പിന്തുണ VD സതീശനാണ്. ഈ പറയുന്ന KC വേണുഗോപാലിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയേ ഉള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ ആരുമില്ലല്ലോ. ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണോ ചെന്നിത്തല? ശ്രീ രമേശ് ചെന്നിത്തല തന്നെ അതിൻ്റെ ഒരു റീസൺ അദ്ദേഹം ഉയർത്തിയല്ലോ കഴിഞ്ഞ ദിവസം. 2021 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മുഖ്യമന്ത്രി ആരെയും ഉയർത്തി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള സൂചനയായിട്ടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി എന്നെ ആരും ഉയർത്തി കാണിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴും അങ്ങനെ ഉയർത്തി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. 2 സീനിയോറിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന വാദഗതികൾ, മറ്റൊന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ള അദ്ദേഹത്തെ സംബന്ധിക്കുന്ന സാമുദായിക നേതാക്കന്മാരുടെ പരാമർശങ്ങൾ, മറ്റൊന്ന് കോൺഗ്രസിൽ പ്രിയൻ ചോദിച്ചതുപോലെ ദേശീയ നേതൃത്വത്തിൻ്റെ പിൻബലം മാത്രമാണോ ശ്രീ KC വേണുഗോപാലിനുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാ സമ്മർദ്ദ ഗ്രൂപ്പുകളും KC വേണുഗോപാലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്നൊരു വാളെടുത്ത് നിൽക്കുകയാണ് സതീശൻ KCയെ വെട്ടുമോ, KC സതീശനെ വെട്ടുമോ? വാളല്ലല്ലോ, അവർ കൊടുവാളെടുത്ത് അവർ കൊടുവാളെടുത്ത് പരസ്പരം വെട്ടുകയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരസ്പരം അണികളെ കൊണ്ട് ഫ്ലക്സ് വയ്പ്പിക്കുകയും ജയ് വിളിപ്പിക്കുകയും സ്വീകരണങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരാൾ മാത്രമല്ല, എല്ലാവരും ആ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ നിരീക്ഷകർ അവരുടെ അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KPCC ആസ്ഥാനത്ത് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക, അത് ആരുടെ പിന്തുണയോടുകൂടി വെച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമുള്ളത്. അതിൽ ഫ്ലെക്സ് വെക്കുന്ന വച്ച ആളുകളുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ സൂചിപ്പിക്കുന്നത് ശ്രീ K സുധാകരൻ്റെ അനുയായികളാണ് ഞങ്ങൾ എന്നുള്ളതാണ് അവരുടെ. അത് ആരുടെ അനുയായിയാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എങ്കിൽ പോലും അവർ ഉന്നയിക്കുന്നത് ഒരു വിഭാഗത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അത് ശക്തമായി കേരളത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലി നടക്കുന്നു. ചരടുവലി മാത്രമല്ല, വടംവലി നടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കണക്കുകൂട്ടൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി തീർച്ചയായും വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വന്നാൽ കേരളത്തിൽ 2-2 കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വരാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ UDF-ൻ്റെ നേതൃത്വത്തിൻ്റെ മുൻപിലുണ്ടാവാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസ്സിന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ലീഗിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ലീഗിന് അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രിയെ കൊടുത്താൽ കോൺഗ്രസ്സിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്ന അല്ലെങ്കിൽ 2ാം സ്ഥാനമെന്ന് കരുതപ്പെടുന്ന ആൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ KC വേണുഗോപാൽ ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള നിലക്കായിരിക്കാം ഒരു പക്ഷേ ഈ തരത്തിൽ വരികയും താൻ പറയുന്നയാൾ മുഖ്യമന്ത്രിയാവണം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സമ്മർദ്ദവുമായിരിക്കാം. അത് ഇനി AICCയുടെ തീരുമാനം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി കഴിയൂ. മറ്റൊന്ന്, ഇത് KC വേണുഗോപാലിനെ പിന്തുണക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സാധ്യതയിലേക്ക് വരുമ്പോൾ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത കൂടി കണക്കാക്കപ്പെടേണ്ടതുണ്ട്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഏത് തരത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് നിശ്ചയത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ്സിലെ സമ്മർദ്ദ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒരുമിക്കുന്നത് VD സതീശനെതിരായിട്ടാണ് എന്നുള്ളതാണ് നിലവിൽ വരുന്ന പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.